ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇതിനോടകം തന്നെ കളക്ഷൻ റെക്കോർഡുകൾ ഒരുപാട് ഭേദിച്ച് മുന്നേറുകയാണ്. ഇപ്പോഴും മിനിമം കളക്ഷൻ അവധി അല്ലാതെ, അതായത് വർക്കിംഗ് ഡേയ്സിൽ പോലും മിനിമം കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ഇനി അങ്ങോട്ടുള്ളത് ഗംഭീര ദിവസങ്ങളാണ്. കാരണം ക്ലാഷ് വെച്ചാണ് യഥാർത്ഥത്തിൽ ലോക ഇറങ്ങിയത്. ഹൃദയപൂർവ്വം മോഹൻലാലിന്റെ പോസിറ്റീവ് എന്ന പടത്തിനോട് ക്ലാഷ് വെച്ചിട്ടാണ് ഇത്രയധികം കളക്ഷൻ നേടിയെന്നുള്ളത് വലിയൊരു വിജയമാണ്. അതിനോടൊപ്പം ഫഹദ് ഫാസിലിന്റെ പടം കൊണ്ട് പരാജയപ്പെട്ടാലും തിയേറ്ററുകൾ അത്യാവശ്യം ചാർട്ട് ചെയ്തു. അതിനുശേഷം കുറേ മദുരാശി കുറേ സിനിമകൾ വന്നു. മിറാഷ് വന്നു, ജിത്തു ജോസഫിൻ്റെ, ഇന്ന് ബാൾട്ടി വന്നു, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെ പടങ്ങൾ വന്നു, കരം വന്നു. ഇതൊക്കെ വന്നിട്ടും സിനിമയുടെ ഈ സിനിമകളൊക്കെ അത്യാവശ്യം മോശമായി പോയി. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളെല്ലാം ഇനിയുള്ള ലോട്ടറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പം നാളെ ശനി ഞായറും കഴിഞ്ഞാൽ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണെങ്കിലും ചൊവ്വ ബുധൻ വ്യാഴം എല്ലാം അവധിയാണ്. പിന്നെ വെള്ളി ശനി ഞായർ ഇങ്ങനെയുള്ളൊരു 7-8 ദിവസം 8-9 ദിവസം യഥാർത്ഥത്തിൽ കളക്ഷന് വേണ്ടി കിട്ടും. അന്നേരം അങ്ങനെ കളക്ഷൻ നേടിയാൽ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഫൈനൽ കളക്ഷൻ 118 എന്നുള്ളത് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 300 കോടി ക്രോസ് ചെയ്യാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം ഇപ്പോഴും എല്ലാവരുടെയും നമ്പർ 1 ചോയ്സ്, മലയാളിയുടെ ചോയ്സ് ഇപ്പോഴും ലോക തന്നെയാണ്.